ഹായ്. ചില മാതാപിതാക്കൾ ചോദിക്കാറുണ്ട് കുട്ടികളെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ആദ്യം മനസ്സിലാക്കേണ്ടത് 70% നമ്മളെ ജെനറ്റിക്സ് ഒരു മെയിൻ ഘടകമാണ്, അതായത് പാരമ്പര്യം. നമ്മളെ മാതാപിതാക്കൾ എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ കുട്ടികളിലുള്ള ഹൈറ്റ്. അത് മിക്ക ആളുകളിലും അത്ര തന്നെ ആയിരിക്കും. പക്ഷേ നമുക്കൊരു പരിധി വരെ ചെറുപ്പം മുതലേയുള്ള ലൈഫ് സ്റ്റൈലിലൂടെ കുട്ടികളെ ഹൈറ്റിനെ ഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സത്യം. അതിന് ഒന്നാമതായിട്ട് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആക്കുക. ചെറുപ്പം മുതലേ കുട്ടികൾ ഈ ഫോണിലും മറ്റും അഡിക്ഷനായി ഇരിക്കുന്ന കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആക്കാൻ ശ്രമിപ്പിക്കുക. അതിന് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്, അതുപോലെ തന്നെ മാർഷൽ ആർട്സ്, മറ്റുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഇവരെ കൂടുതലും ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പിന്നെ വരേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനാണ്. അതിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ പോലുള്ളവ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നട്ട്സ്, അതുപോലെ തന്നെ മിൽക്ക്, മുട്ട, അതുപോലെ മാംസം, മത്സ്യം പോലുള്ളവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ചെറുപ്പം മുതലേ കുട്ടികളെ ശീലിപ്പിക്കുക. പിന്നെ വരേണ്ടതാണ് സ്ലീപ്പിംഗ്, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിംഗ്. 8-9 മണിക്കൂർ മാക്സിമം ഒരു കുട്ടിനെ ഉറങ്ങാൻ ശീലിപ്പിക്കുക. അത് നമ്മുടെ ശരീരത്തിലെ HGH ഹോർമോൺ എന്ന് പറയും, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. ഇത് നമ്മളെ വളർച്ചനെ കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. ഇത് കൂട്ടാനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള പുരുഷ ഹോർമോണിന്റെ പ്രവർത്തനം കൂട്ടുവാനും ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളെ ബോൺസിനെ സ്ട്രോങ് ആക്കാനും മസിൽസിനെ സ്ട്രോങ് ആക്കാനും നമ്മളെ ഹൈറ്റിനെ കൂടുതൽ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളെ കുട്ടികളെ ഫിസിക്കലി, മെന്റലി, അതുപോലെ തന്നെ ന്യൂട്രീഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ അവർ ശീലിപ്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളെ ഹൈറ്റ് ഡെവലപ്പ് ചെയ്യാനും മസിൽസ് സ്ട്രോങ് ആക്കാനും ബോൺസ് സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും.